Hi, my dear students. Today we are going to discuss our next topic from stereochemistry, that is relative and absolute configurations, the DL system of specifying configurations. So, we know what is configuration. You all studied in the first portions of this chapter about configuration, conformations, and all. So, the term configuration refers to the specific spatial arrangement of atoms or groups that characterizes a particular stereoisomer. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റത്തിനെയാണ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ദാറ്റ് ക്യാരക്ടറൈസസ് എ പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമർ. Next we will see what is absolute and relative configurations. The term absolute configuration means the actual arrangement of atoms or groups in space of a particular stereoisomer. The term relative configuration means the spatial arrangement of atoms or groups of a particular stereoisomer assigned relative to the spatial arrangement of atoms or groups of the stereoisomers of another compound chosen as arbitrary standard. അതായത് രണ്ട് ടേംസാണ് ഇവിടെ ഉള്ളത്, ആബ്സല്യൂട്ട് കോൺഫിഗറേഷനും റിലേറ്റീവ് കോൺഫിഗറേഷൻ. ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിൻ്റെ ആക്ച്വൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സ്പേസിൽ ഒരു മോളിക്യൂളിൻ്റെ ആറ്റത്തിനെയും ഗ്രൂപ്പിനെയും ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് എന്ന് പറയാം. അതായത് സ്പേസിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിൻ്റെ സ്പേസിൽ ആക്ച്വൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്, അതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുക. അണ്ടർസ്റ്റാൻഡ്? ആക്ച്വൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ സ്പേസ് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമർ. ദെൻ റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോമ്പൗണ്ടിനെ ആർബിട്രറി സ്റ്റാൻഡേർഡായിട്ട് എടുക്കും. ആ ആർബിട്രറി സ്റ്റാൻഡേർഡിൽ എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഉണ്ടാവും. അതിനെ റിലേറ്റീവായിട്ട് വെച്ചിട്ട് വേറൊരു കോമ്പൗണ്ടിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറയുക. ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിൻ്റെ സ്പേസിലുള്ള ആറ്റത്തിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും അറേഞ്ച്മെൻറ്റിനെയാണ് ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുക. റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിൻ്റെ ആറ്റത്തിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ് അതെന്തിനെ റിലേറ്റീവായി ചെയ്തിട്ടായിരിക്കും അസൈൻ ചെയ്തിട്ടുണ്ടാവുക, വേറൊരു ആർബിട്രറി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ റിലേറ്റീവ് ചെയ്തിട്ട് വേറൊരു പെർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറയാം. ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് കോൺഫിഗറേഷൻസ്. നെക്സ്റ്റ്, let us see how the DL notations came into forward. So in the 20th century, there is no means of ascertaining the actual configurations of optical isomers. They were aware of the possible configurations 1 and 2 in figure 2.36 for the plus and minus enantiomers of lactic acid, but they were unable to decide which was which. അതായത് 20th century ടൈമിൽ ഈ കോൺഫിഗറേഷൻസിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ലാക്റ്റിക് ആസിഡിൻ്റെ 2 എനാൻഷോമേഴ്സ് ഉണ്ടായിരുന്നു. അവരതിനെക്കുറിച്ച് അവെയറായിരുന്നു. പ്ലസ് ആൻഡ് മൈനസ് ഫോംസ് ഉണ്ടെന്നും അറിയായിരുന്നു. ബട്ട് ഇതിലേതാണ് പ്ലസ് ഏതാണ് മൈനസ് എന്നൊന്നും അന്നത്തെ ആൾക്കാർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ദെൻ ഇൻ 1906 റോസനോഫ് proposed that a specific compound be chosen as a standard and a configuration be arbitrarily assigned to it. The standard chosen was glyceraldehyde because of its relationship with sugars. Accordingly, the plus and minus forms of glyceraldehyde were arbitrarily assigned the configurations A and B in figure 2.37 and labeled D and L respectively. അപ്പോൾ 1906 റോസനോഫ് എന്താ പ്രപ്പോസ് ചെയ്തത്, ഒരു സ്പെസിഫിക് കോമ്പൗണ്ടിനെ സ്റ്റാൻഡേർഡായിട്ട് ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്ത കോമ്പൗണ്ടാണ് ഗ്ലിസറാൾഡിഹൈഡ്. ഗ്ലിസറാൾഡിഹൈഡ് ചൂസ് ചെയ്യാൻ കാരണം ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ഷുഗേഴ്സ്. അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് ഫോംസ് വാസ് ഷോൺ ഇൻ ദ ഫിഗർ 2.37. അവരെയാണ് നമ്മൾ D and L എന്ന് ലേബൽ ചെയ്തത്. ഇൻ ദ D plus glyceraldehyde we can see the OH group on the right side. So
അതുകൊണ്ടാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നുള്ള ആ ഒരു കൺസെപ്റ്റും കൂടെ ചെറുതായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് ഡി പ്ലസ് ഗ്ലിസറാൾഡിഹൈഡായി. ദെൻ OH മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ളതുകൊണ്ട് 2.37 ബി എന്ന് പറയുന്ന ഫിഗറിനെ നമ്മൾ എൽ എന്ന് കൊടുത്തു. അങ്ങനെയാണ് സ്റ്റാൻഡേർഡായിട്ട് ഗ്ലിസറാൾഡിഹൈഡ് 1906 റോസനോഫ് പറഞ്ഞത് സ്റ്റാൻഡേർഡായിട്ടൊരു കോമ്പൗണ്ട് ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്തതാണ് ഗ്ലിസറാൾഡിഹൈഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഷുഗേഴ്സ്. ദാൻ ഇറ്റ്സ് പ്ലസ് ആൻഡ് മൈനസ് ഫോം ഫോർ സൈൻ ഡി ആൻഡ് എൽ. ഓക്കെ. Then another concept is the relative configurations could then be assigned to other compounds with glyceraldehyde as standard. ഇനി നമ്മൾ ഈ ഗ്ലിസറാൾഡിഹൈഡിനെ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടാണ് വേറെ പല കോമ്പൗണ്ട്സിനും കോൺഫിഗറേഷൻസ് നമ്മൾ അസൈൻ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഓക്സിഡേഷൻ ഓഫ് ഡി പ്ലസ് ഗ്ലിസറാൾഡിഹൈഡ് വിത്ത് മെർക്യൂറിക് ഓക്സൈഡ് gives glyceric acid. Since no configurational change can be accepted as a central carbon, glyceric acid is also called D. നമ്മുടെ ഡി പ്ലസ് ഗ്ലിസറാൾഡിഹൈഡിന് മെർക്യൂറിക് ഓക്സൈഡ് വെച്ച് ഓക്സിഡേഷൻ സംഭവിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കോമ്പൗണ്ടാണ് ഗ്ലിസറിക് ആസിഡ്. സിൻസ് നമ്മുടെ ഈ പ്രൊഡക്റ്റായി വന്ന കോമ്പൗണ്ടിൽ സെൻട്രൽ കാർബണിലെ കോൺഫിഗറേഷണൽ ചേഞ്ച് ഒന്നും വന്നില്ല. സോ നമ്മളതിനെ ഡി എന്ന് തന്നെ നൊട്ടേറ്റ് ചെയ്തു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, എനി കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം or converted into D plus glyceraldehyde will belong to D series. Similarly, any compound that can be prepared from or converted into L minus glyceraldehyde will belong to L series. ഇതിൽ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഏത് കോമ്പൗണ്ടാണ് ഡി പ്ലസ് ഫോമിൽ നിന്ന് പ്രിപ്പയർ ചെയ്തതോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഡി പ്ലസ് ഫോമിലേക്ക് വന്നതോ അവരെയൊക്കെ നമ്മൾ ഡി സീരീസ് എന്ന് പറയും. ദെൻ എനി കോമ്പൗണ്ട് ദാറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം എൽ സീരീസ് ഓർ കൺവേർട്ടഡ് ഇൻ ടു എൽ മൈനസ് ഗ്ലിസറാൾഡിഹൈഡ്, ആ ഫോമിലേക്ക് വന്നതിന് നമ്മൾ എൽ സീരീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ സീരീസിൽ കണക്കാക്കുന്നതാണ് പിക്ടോറിയലി കൊടുക്കുന്നത്. ദാറ്റ് ഈസ് HCOH in CH2OH, where OH is the right side, we call it as D series, whereas OH in left side is known as L series. Okay. Then enantiomers of lactic acid are actually L plus lactic acid and D minus lactic acid on the basis of this concept. The lactic acid is chosen as L. The first figure A is notated as L because the OH is in the left and also which is similar to the L series. And in figure B it is D lactic acid because OH is on the right. ഓക്കെ. അതായത് ഈ ഗ്ലിസറാൾഡിഹൈഡ് ഈ ബോക്സ് ഇട്ടിരിക്കുന്ന ഡി സീരീസ് എൽ സീരീസ് ഈ ഫോമിൽ വരുന്ന കോമ്പൗണ്ടിനെയൊക്കെ ഇതിനനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തത്. സോ ലാക്റ്റിക് ആസിഡിനെ ഗ്ലിസറാൾഡിഹൈഡിൻ്റെ കോൺഫിഗറേഷൻ വെച്ച് റിലേറ്റീവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ പറഞ്ഞത്. Configurational relationship between various organic compounds can thus be established through conversions which do not involve the cleavage of any bond to the chiral center. And this has been applied to several types of compounds such as acids, sugars, amino acids, etc. In 1951, Bijvoet was able to determine the actual configuration of tartaric acid by a special type of X-ray crystallography. And this established that the configuration of tartaric acid was indeed in keeping with that on correlation with plus glyceraldehyde, and this means that the true configuration of plus glyceraldehyde is the one that had earlier been assigned to it arbitrarily by Rosanoff. Thus, it is now possible to say that the configurations assigned to the various compounds in correlation with that of plus glyceraldehyde are actually the absolute configuration. അതായത് 1951 Bijvoet was able to determine the configuration of tartaric acid by X-ray crystallography, and this was found out on keeping in mind about the relative configuration of and the standard one of glyceraldehyde. അതായത് 1951 ടാർട്ടാറിക് ആസിഡിൻ്റെ കോൺഫിഗറേഷൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചത് ഗ്ലിസറാൾഡിഹൈഡിനെ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലായി. But this method of DL notation run into difficulties at times, and this is not without faults. Hence, the method is nowadays restricted to certain groups of compounds such as carbohydrates, amino acids. അതായത് പിന്നീട് DL notations എന്ത് പറഞ്ഞു, മേക്കിംഗ് ടു ഡിഫിക്കൽട്ടീസ്, പിന്നെ കുറച്ച് ഫോൾട്ട് ഉണ്ടാവാൻ ചാൻസായി. അപ്പോൾ ഈ മെത്തേഡ് എന്ത് ചെയ്തു,
കാർബോഹൈഡ്രേറ്റ്സിനും അമിനോ ആസിഡ്സിനും മാത്രം റിസ്ട്രിക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഒന്നും കൂടെ ഡീപ്ലി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അടുത്ത കോൺസെപ്റ്റാണ് ക്യാൻ ഇൻവോൾവ് പ്രൊലോങ് സിസ്റ്റം ഓർ RS സിസ്റ്റം ഓഫ് സ്പെസിഫൈങ് കോൺഫിഗറേഷൻസ്. സോ നമ്മൾ ഈ റിലേറ്റീവ് ആൻഡ് ആബ്സൊല്യൂട്ട് കോൺഫിഗറേഷനിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ആറ്റത്തിൻ്റെയും ഗ്രൂപ്പിൻ്റെയും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഒരു പെർട്ടിക്കുലർ സ്റ്റീരിയോ ഐസോമറിൻ്റെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ആബ്സൊല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഒരു ആർബിട്രറി സ്റ്റാൻഡേർഡായിട്ട് ഒരു കോമ്പൗണ്ടിനെ സ്റ്റാൻഡേർഡായി ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റത്തിനെ റിലേറ്റീവ് ചെയ്തിട്ട് വേറൊരു കോമ്പൗണ്ടിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ അസൈൻ ചെയ്യുന്നതിനാണ് റിലേറ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഏർലിയർ ടൈം ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഇൻ 1906 റോസനോഫ് പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു കോമ്പൗണ്ടിനെ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തതാണ് ഗ്ലിസറോൾഡിഹൈഡ്. അങ്ങനെ പ്ലസ് ആൻഡ് മൈനസ് ഗ്ലിസറോൾഡിഹൈഡ് നമ്മൾ D&L നൊട്ടേഷൻ കൊടുത്തു. ദെൻ ഇതിനെ റിലേറ്റീവ് ചെയ്തിട്ട് നമ്മൾ വേറെ കോമ്പൗണ്ട്സിനെയും കോൺഫിഗറേഷൻ കൊടുക്കാൻ തുടങ്ങി. ഈ D+ ഗ്ലിസറോൾഡിഹൈഡിനെ മെർക്കുറിക് ഓക്സൈഡ് നമ്മൾ ഓക്സിഡൈസ് ചെയ്തപ്പോഴാണ് ഗ്ലിസറിക് ആസിഡ് കിട്ടിയത്. അതിൽ സെൻട്രൽ കാർബൺ ആറ്റത്തിന് കോൺഫിഗറേഷണൽ ചേഞ്ച് ഒന്നും വരാത്തത് കൊണ്ട് അതിന് D എന്ന് തന്നെ കൊടുത്തു. സോ കോമ്പൗണ്ട് that is prepared from D series or converted into D series നമ്മൾ D series converted into D+ glyceraldehyde D series എന്ന് പറഞ്ഞു. and the compound that is prepared from the L series or converted into L- glyceraldehyde നമ്മൾ L series എന്ന് പറഞ്ഞു. then കുറേ കഴിഞ്ഞപ്പോൾ DL നൊട്ടേഷൻ ഒരുപാട് മിസ്റ്റേക്സ് ഫോൾസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ this compound restricted to carbohydrates and amino acids. then another concept came into existence, that is can involve prolonged system.